Hello, good evening. ഓഡിബിൾ ആണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞു ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെൻറ്റിലെ സെഷൻസിനെ കുറിച്ചും അതേപോലെ അവിടുത്തെ പ്രൊസീഡിങ്സിൻ്റെ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസസ് എന്ന് പറയുന്ന കുറച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. മീൻസ് അതിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഡിവൈസസ് ഓഫ് പാർലമെൻ്ററി പ്രൊസീഡിങ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ലെജിസ്ലേറ്റീവ് നിയമം ഉണ്ടാക്കുന്ന സഭയാണല്ലോ, അപ്പോൾ നിയമം ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോറി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെൻ്ററി സെഷൻസ്, പാർലമെൻറ്റിൻ്റെ സെഷൻസിനെ കുറിച്ചാണ്, അഥവാ സമ്മേളനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാർലമെൻറ്റിലെ സെഷൻസിനെ കുറിച്ചിട്ട്. ബജറ്റ് സെഷൻ, ബജറ്റ് സമ്മേളനം, അതേപോലെ മൺസൂൺ സമ്മേളനം, വിൻ്റർ സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് 3 സമ്മേളനങ്ങളാണ് ഒരു വർഷം പാർലമെൻറ്റിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ബജറ്റ് സെഷൻ. അപ്പോൾ ബജറ്റ് സെഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ബജറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു സെഷൻ എന്ന് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡെയിലി തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുന്നതിനെയാണ് നമ്മൾ സെഷൻ അഥവാ സമ്മേളനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സെഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവരെന്ത് ചെയ്യാണ്, മീറ്റിംഗ് കൂടുന്നതിനെയാണ് സെഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ എന്നൊക്കെ പറയുന്നത് 3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ 3 മാസം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മീറ്റിംഗ് കൂടും അവിടെ ഇരുന്നിട്ട്. മനസ്സിലായോ? അതാണ് അതിൻ്റെ സെഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത് പ്രൊരോഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്. സെഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നത് പ്രൊരോഗേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സെഷൻ എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത് എങ്ങനെയാണ്, അത് സമ്മൺ ചെയ്യിക്കുന്നത് ആരാണ്, സമ്മണിങ് എന്നാണ് പറയുക. സമ്മൺ വിളിച്ച് ചേർക്കുന്നത് ആരായിരിക്കും, അത് പ്രസിഡൻ്റാണ്. ഇരുസഭകളും 2 സഭകളും ഒരുമിച്ച് ചേരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആദ്യം ലോകസഭയായിരിക്കും ചേരുന്നത്, പിന്നീട് രാജ്യസഭയായിരിക്കും, അവരുടെ സമയം അനുസരിച്ച്. അപ്പോൾ പ്രസിഡൻ്റായിരിക്കും ഓരോ സഭയെയും അംഗങ്ങളെയും വിളിച്ച് ചേർക്കുന്നത്. അതിനെയാണ് നമ്മൾ സമ്മണിങ് എന്ന് പറയുന്നത്. ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ സെഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, സെഷൻ വിളിച്ച് ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി സെഷൻ അവസാനിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രസിഡൻ്റാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ വിളിച്ച് ചേർക്കുന്നതും പിരിച്ചു വിടുന്നതും ആരാണ്,
പിരിച്ചുവിടല്ല, പ്രൊറോഗേഷൻ. പിരിച്ചുവിടലിന് വേറെ വാക്കുണ്ട്, അതും പിന്നെ പറയാം. അപ്പോൾ പ്രൊറോഗേഷൻ എന്ന് പറയുന്ന ഒരു സെഷന് അവസാനിക്കുന്നതിനെ പറയുന്നതാണ് പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. ഇത് ഇറക്കുന്നത് പ്രസിഡന്റിൻ്റെ ഒരു ഓർഡർ പ്രകാരമാണ്. ഓക്കെ, പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി നമുക്ക് എന്ത് പറയാം? സെഷൻ എന്ന് പറയുന്നത് ഒരു സെഷൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, ആദ്യത്തെ സിറ്റിംഗ് മുതൽ ആ സെഷൻ അവസാനിക്കുന്നത് വരെയുള്ളതിനായിരിക്കും എന്ത് പറയുന്നത്? സെഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു ആദ്യത്തെ മീറ്റിംഗ് മുതൽ ആ സമ്മേളനം അവസാനിക്കുന്നത് വരെയുള്ളതിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആദ്യ സിറ്റിംഗ് മുതൽ അതിൻ്റെ പ്രൊറോഗേഷൻ വരെയുള്ള കാലം, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ്? ആദ്യ സിറ്റിംഗ് മുതൽ പ്രൊറോഗേഷൻ വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഷൻ എന്ന് പറയുന്നത്. ആദ്യ സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻസ് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവർ വന്നിരിക്കുന്നുണ്ടല്ലോ, അതാണ് ആദ്യത്തെ സിറ്റിംഗ്. അത് കഴിഞ്ഞ് പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ആ സെഷൻ അവസാനിക്കുന്നതാണ്. അപ്പോൾ അത് പറയുന്നത് എന്താണ്? സെഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിറ്റിംഗ് മുതൽ പ്രൊറോഗേഷൻ വരെയുള്ള ടൈം പീരീഡിനെയാണ് എന്ത് പറയുന്നത്? സെഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊറോഗേഷൻ അല്ല, അവിടെ വേണമെങ്കിൽ നമുക്ക് ഡിസൊല്യൂഷൻ എന്ന് പറയാം. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടലാണ്. പക്ഷേ കോമൺ ആയിട്ട് ഡിസൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? പിരിച്ചുവിടുന്ന സഭ എന്ന് പറയുന്നത് ലോകസഭ മാത്രമാണ്, അല്ലാതെ രാജ്യസഭ ഈസ് എ പെർമനൻറ്റ് ഹൗസ്. നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ പ്രൊറോഗേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് പറയാം. പക്ഷേ ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് ലോകസഭയുടെ കാര്യത്തിൽ മാത്രമേ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അവിടെ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പാർലമെൻറ്റിലെ സമ്മേളനങ്ങൾ ആദ്യം എന്താണ്? സമണിംഗ് ആണ്. രാഷ്ട്രപതി സമയാസമയങ്ങളിൽ ഓരോ കറക്റ്റ് സമയത്തിനനുസരിച്ച് രാഷ്ട്രപതി എന്ത് ചെയ്യും? യോഗം ചേരുന്നതിനായി പാർലമെൻറ്റിൻ്റെ ഓരോ സഭയെയും വിളിച്ചു ചേർക്കും. ആരാ വിളിച്ചു ചേർക്കുക? രാഷ്ട്രപതിയാണ്. അപ്പോൾ സമ്മനിങ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാം. ഇത് ചിലപ്പോൾ ചെയ്യുന്നത് സ്പീക്കറാന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റിൻ്റെ 2 സെഷനുകൾ തമ്മിലുള്ള പരമാവധി ഇടവേള 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് പാർലമെൻറ്റിൻ്റെ 2 സെഷനുകൾ, ഒരു സെഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്ത സെഷൻ നടക്കുന്നത് തമ്മിലുള്ള കാലാവധി എന്ത് പാടില്ല? 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആകെ എത്ര? 12 മാസമേ ഉള്ളൂ. അപ്പോൾ 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിനിമം 2 തവണയെങ്കിലും പാർലമെൻറ്റ് സമ്മേളിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് വർഷത്തിൽ 2 തവണയെങ്കിലും പാർലമെൻറ്റ് സമ്മേളിക്കണം. നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്? 3 സെഷൻസാണ് ഒരു കൊല്ലമുള്ളത്. ഏതൊക്കെ ഞാൻ പറഞ്ഞു? ഏതൊക്കെയാണ്? ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ. മനസ്സിലായി? സാധാരണയായി ഒരു വർഷത്തിൽ 3 സെഷനുകളാണ് നടക്കാറ്. ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ. ഈ ബജറ്റ് സെഷൻ എന്ന് പറയുന്നത് ബജറ്റ് ഡിസ്കസ് ചെയ്യണം. അത് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ. മൺസൂൺ സെഷൻ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ആയിരിക്കും. വിൻ്റർ സെഷൻ നവംബർ മുതൽ ഡിസംബർ വരെ ആയിരിക്കും. ഇത് ടൈം പീരീഡ് ഒന്നും ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്, പക്ഷേ ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇനി പാർലമെൻറ്റിൻ്റെ ഒരു സെഷൻ എന്നത് ഒരു സഭയുടെ ആദ്യ സിറ്റിങ്ങും അതിൻ്റെ പ്രൊറോഗേഷനും ഇടയിലുള്ള കാലയളവാണ്. ഞാൻ ഓൾറെഡി ഇതിപ്പോൾ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് ആ സഭയുടെ ആദ്യത്തെ സിറ്റിങ്ങും അതിൻ്റെ പ്രൊറോഗേഷനും. ലോകസഭയുടെ കാര്യത്തിലാണെങ്കിൽ പിരിച്ചുവിടലും ഓക്കെയാണ്. എപ്പോഴും പിരിച്ചുവിടില്ല, ചില സമയങ്ങളൊക്കെ പിരിച്ചുവിടുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പഠിക്കുന്ന സമയത്ത് പല ലോകസഭകളെയും പിരിച്ചുവിട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ട് ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? പ്രൊറോഗേഷൻ അല്ലെങ്കിൽ ഡെസൊല്യൂഷനും ആദ്യത്തെ സിറ്റിങ്ങും തമ്മിലുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ജസ്റ്റ് എന്ത് സെഷൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. ഒരു സെഷൻ്റെ സമയത്ത് അതിൻ്റെ ബിസിനസ് ഇടപാടുകൾ നടത്തുവാനായി സഭ എല്ലാ ദിവസവും സമ്മേളിക്കും. ഞാൻ പറഞ്ഞു സെഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ദിവസവും, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവർ മീറ്റിംഗ് കൂടുന്നതിനെയാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഒരു സെഷൻ അവസാനിക്കുന്നതിനെയാണ് എന്ത്? പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊറോഗേഷനിലൂടെയാണ് ഒരു സെഷനെ ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത്. ഇനി അപ്പോൾ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത സെഷൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? എല്ലാവരെയും വിളിച്ചു ചേർക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷൻ തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? റിസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബജറ്റ് സെഷൻ, ആദ്യത്തെ സെഷൻ ഏതാണ്? കൊല്ലത്തിലെ ബജറ്റ് സെഷനാണ്. അത് അടുത്ത രണ്ടാമത്തെയാണ് മൺസൂൺ സെഷൻ. അപ്പോൾ ബജറ്റ് സെഷൻ അവസാനിച്ച് മൺസൂൺ സെഷൻ തുടങ്ങുന്ന ആ ഒരു സമയം ഇതുണ്ടല്ലോ, ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? റിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് സെഷനും മൺസൂൺ സെഷനും തമ്മിലുള്ള ടൈം പീരീഡിന് നമുക്ക് എന്ത് പറയാം? റിസസ് എന്ന് പറയാം. അല്ലെങ്കിൽ മൺസൂൺ സെഷനും വിൻ്റർ സെഷനും തമ്മിലുള്ള ടൈം പീരീഡിന് നമുക്ക് എന്ത് പറയാം? റിസസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടേം കേൾക്കുക കേട്ടോ, ശ്രദ്ധിക്കുക, റിസസ്. ഓക്കെ ആണല്ലോ? ഇനി സെഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു സെഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മീറ്റിംഗ് നടക്കും. അതായത് ഓരോ ദിവസവും മീറ്റിംഗ് നടക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഇവർ മീറ്റിംഗ് ചേരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് സെഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ ദിവസവും അതായത് ഓരോ സെഷനിലും ഒരുപാട് ദിവസങ്ങൾ അവരിങ്ങനെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 സിറ്റിംഗ് ആണ്. അതായത് ഉദാഹരണം പറയുകയാണ്, ഇന്ന് എന്ത് ചെയ്തു, അവർ ബജറ്റ് സെഷൻ ആരംഭിച്ചു. അപ്പോൾ ഇന്നും മീറ്റിംഗ് ഉണ്ട്, നാളെ മീറ്റിംഗ് ഉണ്ട്, മറ്റന്നാളൊക്കെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് 2 സിറ്റിംഗ് ആണ്. മനസ്സിലായല്ലോ? ഓരോ ദിവസത്തെയും മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 സിറ്റിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് രാവിലെ ഒരു സിറ്റിംഗ് നടക്കും, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം ഒരു സിറ്റിംഗ് നടക്കും. മോർണിംഗ് സിറ്റിംഗും ഉണ്ട്, പോസ്റ്റ് ലഞ്ച് സിറ്റിംഗ്, അങ്ങനെ 2 സിറ്റിംഗ് ആണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ സിറ്റിംഗ്, അതായത് മീറ്റിങ്ങിലെ രാവിലെ ഒരു സിറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഒരു സിറ്റിംഗ് ഉണ്ട്, അങ്ങനെ 2 സിറ്റിംഗ് ആണ് ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾ കൂടുമ്പോഴാണ് ഡെയിലി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുന്നതാണ്. അങ്ങനെ ഒരു 3 മാസക്കാലൊക്കെ ഒരു മീറ്റിംഗ് കൂടുന്നതിനാണ് നമ്മളൊരു സെഷൻ എന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന സിറ്റിംഗ്, രാവിലെ സിറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഒരു സിറ്റിംഗ് ഉണ്ടെന്ന് പറയില്ലേ, ആ സിറ്റിംഗ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അത് പിരിച്ച് ആ ഒരു സമയം പെട്ടെന്ന് നിർത്തണം, സസ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ് അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈ, പ്രൊറോഗേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന സിറ്റിംഗ് ഒക്കെ ടെർമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസാണ്. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യത്തെ അഡ്ജേൺമെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സിറ്റിംഗ് ഞാൻ പറഞ്ഞു, ഒരു മീറ്റിങ്ങിൽ 2 സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സിറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ് ലഞ്ച് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 സിറ്റിംഗ് ആണ്. ഇനി ഇതിലെ ആ സിറ്റിംഗിൽ അവരെന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് സാധാരണ ഓരോരോ ബിസിനസ്സുകൾ ചെയ്യാനുണ്ടാവും, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഒരു സിറ്റിങ്ങിലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് സസ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അഡ്ജേൺമെൻറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതായത് പാർലമെൻറ്റിലെ ഒരു സെഷനിൽ ഒരുപാട് മീറ്റിംഗ് നടക്കുന്ന ആ മീറ്റിങ്ങിലെ ഒരു സിറ്റിംഗ് താൽക്കാലികമായിട്ട് ഒരു നിശ്ചിത സമയത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റിലെ ഒരു സെഷനിൽ നിരവധി മീറ്റിങ്ങുകൾ അടങ്ങിയിരിക്കുന്നു. ഒരു ദിവസത്തെ ഒരു മീറ്റിങ്ങിൽ 2 സിറ്റിങ്ങുകളാണ് ഉണ്ടാകുന്നത്. 11 മണി മുതൽ 1 PM വരെ, രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 PM വരെ ഉള്ളതാണ് എന്ത്, പ്രഭാത സിറ്റിംഗ് എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 2 PM മുതൽ 6 PM വരെയുള്ളതിന് ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള സിറ്റിംഗ് അഥവാ പോസ്റ്റ് ലഞ്ച് സിറ്റിംഗ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു സിറ്റിംഗ് അഡ്ജേൺമെൻറ്റ് അല്ലെങ്കിൽ അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം കൊണ്ടൊക്കെ നമുക്ക് നിർത്തലാക്കാം. അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രധാനമായിട്ടും ഈ പഠിക്കേണ്ടത് ഈ ഒരു കീവേഡാണ്. മനസ്സിലായല്ലോ? ഒരു നിർദ്ദിഷ്ട സമയത്തേക്ക്, നിർദ്ദിഷ്ട സമയം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്നത്തെ സിറ്റിംഗ് അഡ്ജേൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറയും, ഇനി നമ്മൾ കൂടാൻ പോകുന്നത് ചിലപ്പോൾ 2 മണിക്കൂറിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കാം, കറക്റ്റ് ഡേറ്റ് പറയും, അല്ലെങ്കിൽ ഇത്ര 10 ദിവസത്തിന് ശേഷം ഈ പറയുന്ന ഡേറ്റിലായിരിക്കും നമ്മൾ ഇനി വീണ്ടും കൂടുന്നത് എന്ന് പറഞ്ഞ് ഒരു നിർദ്ദിഷ്ട സമയം അവിടെ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു നിർദ്ദിഷ്ട സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു സിറ്റിങ്ങിലെ ജോലി താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആ നിർദ്ദിഷ്ട സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ മണിക്കൂറുകളാവാം, അല്ലെങ്കിൽ ദിവസങ്ങളാവാം, അല്ലെങ്കിൽ ആഴ്ചകളാവാം. ഇത് നിർത്തിവെക്കുമ്പോൾ, സസ്പെൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി പറയും ആ ഏത് സമയത്താണോ നമ്മൾ ഇനി കൂടാൻ പോകുന്നത് എന്നുള്ള സമയം ഓൾറെഡി പറഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു സാധനം ഈ പറയുന്ന സിറ്റിംഗ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത്. ഓക്കെ ആണോ? ഇനി അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈയും അഡ്ജേൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ ഡൈയിൽ എന്ത് പറയില്ല, ആ ഒരു നിശ്ചിത സമയം എപ്പോഴാണ് ഇനി നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നത് എന്ന് ഇവിടെ പറയില്ല. മനസ്സിലായല്ലോ? അത് പറയുമ്പോൾ അത് അഡ്ജേൺമെൻ്റ് ആയി, പറയാതിരിക്കുമ്പോൾ അതെന്തായി, അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈ ആണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണെങ്കിൽ അനിശ്ചിത കാലത്തേക്കാണ്. മനസ്സിലായല്ലോ? ഒരു ടൈം പീരീഡ് പറയാതെയാണ് ആ സിറ്റിംഗ് നിർത്തിവെക്കുന്നത്. ഓക്കെ, അപ്പോൾ അനിശ്ചിത കാലത്തേക്ക് പാർലമെൻറ്റ് സിറ്റിംഗ് നിർത്തിവെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒരു സെഷൻ്റെ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചതായി പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുന്നു. ഒരു സെഷൻ്റെ ഇതുവരെ മനസ്സിലായില്ല, അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈ വരെ മനസ്സിലായല്ലോ. ഇനി ഒരു സെഷൻ
ആ സെഷൻ എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് മൺസൂൺ സെഷനാണെന്ന് വിചാരിച്ചു. ആ മൺസൂൺ സെഷനിലെ പരിപാടികളൊക്കെ തീർന്നു, അവരുടെ അജണ്ടകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ആ സെഷൻ്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചതായി പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അഡ്ജേൺമെൻറ്റ് സൈൻഡ് എന്നിവയുടെ അധികാരം സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സമ്മണിങ് എന്ന് പറയുന്നതും പ്രൊറോഗേഷൻ എന്ന് പറയുന്നതും പ്രസിഡൻ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ അഡ്ജേൺമെൻറ്റ്, അതായത് ഓൾറെഡി സഭ തുടങ്ങിയതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് എന്ത്? സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് അഡ്ജേൺമെൻറ്റ് സൈൻഡായി. അതപ്പോൾ ആരാ ചെയ്യുക? ആ സഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ അഥവാ അധ്യക്ഷനായിരിക്കും. മനസ്സിലായി? സമ്മണിങ് എന്ന് പറയുന്നത് സഭ വിളിച്ച് ചേർക്കുന്നതാണ്. പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ആ സെഷൻ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അത് രണ്ടും ചെയ്യുന്നത് പുറത്തത്തെ ഒരാളാണ്, അത് പ്രസിഡൻ്റാണ്. ഇനി അഡ്ജേൺ ചെയ്തിരിക്കുന്ന സമയത്തിന് മുന്നെയോ അല്ലെങ്കിൽ അഡ്ജേൺ സൈൻഡായിക്ക് ശേഷം ഏത് സമയത്തോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് സഭയുടെ സിറ്റിംഗ് വിളിക്കാവുന്നതാണ്. അഡ്ജേൺ ചെയ്തിരിക്കുന്ന സമയത്തിന് മുന്നെയോ എന്ന് പറഞ്ഞാൽ അഡ്ജേൺ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇന്നത്തെ സിറ്റിംഗ് അഡ്ജേൺ ചെയ്തു, ഇനി 10 ദിവസം കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് കൂടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ 10 ദിവസത്തിന് മുന്നേ വേണമെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? മീറ്റിംഗ് തുടങ്ങാൻ സാധിക്കും. ഇനി അഡ്ജേൺ സൈൻഡായിക്ക് ശേഷം ഏത് സമയത്തോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് സിറ്റിംഗ് വിളിക്കാവുന്നത്. അപ്പോൾ അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിശ്ചിത സമയം പറയാതെയാണ് സഭ നിർത്തിവെച്ചത്, സിറ്റിംഗ് നിർത്തിവെച്ചത്. ഒരു നിശ്ചിത സമയം അവിടെ പറഞ്ഞിട്ടില്ല. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്ത് വിളിക്കാം? നമ്മൾ ഇനി നാളെ മീറ്റിംഗ് കൂടാൻ പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും തിരിച്ചു വിളിക്കാം. മനസ്സിലായതാ പറഞ്ഞാൽ അഡ്ജേൺ ചെയ്തിരിക്കുന്ന സമയത്തിന് മുന്നെയോ അല്ലെങ്കിൽ അഡ്ജേൺ സൈൻഡായിക്ക് ശേഷം ഏത് സമയത്തോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് സഭയുടെ സിറ്റിംഗ് വിളിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പ്രൊറോഗേഷൻ ഓൾറെഡി പറഞ്ഞു. പ്രൊറോഗേഷനിൽ പി ഉണ്ട്, ഇത് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിനും പി ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. ഒരു സെഷൻ്റെ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അഡ്ജേൺ സൈൻഡായി പ്രഖ്യാപിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇടയ്ക്കൊന്ന് കണക്ഷൻ പോയോ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെഷൻ്റെ പ്രവർത്തനം, അതായത് ബഡ്ജറ്റ് സെഷനാണ്. ബഡ്ജറ്റ് സെഷനിൽ എന്ത് സംഭവിച്ചു? ബഡ്ജറ്റിൻ്റെ പണിയെല്ലാം തീർന്നുപോയി, ഇനി വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ സെഷൻ അവസാനിപ്പിക്കാനായി. ആ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് ചെയ്യും? അഡ്ജേൺ സൈൻഡായി പ്രഖ്യാപിക്കും. അഡ്ജേൺ സൈൻഡായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി നമ്മുടെ പണികളൊക്കെ തീർന്നു, ഈ സെഷൻ്റെ പണികളൊക്കെ തീർന്നു പോയി. ഇടയ്ക്ക് സ്റ്റക്കായി അല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ അല്ലേ? ഫോളോ ചെയ്തില്ലേ? അപ്പോൾ ബജറ്റ് സെഷനാണെങ്കിൽ ബജറ്റ് സെഷൻ്റെ പണി, ബജറ്റിൻ്റെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ ഇനി ആ സെഷൻ്റെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അഡ്ജേൺ സൈൻഡായി പ്രഖ്യാപിക്കും. ആര്? പ്രിസൈഡിംഗ് ഓഫീസർ അഡ്ജേൺ സൈൻഡായി പ്രഖ്യാപിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അനിശ്ചിത കാലത്തേക്ക് നമ്മൾ ഇനി നിർത്തിവെക്കാൻ പോവുകയാണ്, ഈ സെഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പോവുകയാണെന്ന്. അതിന് പറയുന്ന അർത്ഥം എന്താണ്? ഇനി ആ സെഷൻ തുടരേണ്ട ആവശ്യമില്ല, ആ പണിയൊക്കെ തീർന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർ അഡ്ജേൺ സൈൻഡായി പ്രഖ്യാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏതാനും ദിവസങ്ങൾ, അതായത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും രാഷ്ട്രപതി എന്ത് ചെയ്യും? പ്രൊറോഗ് എന്ന് പറഞ്ഞ സാധനം അങ്ങ് വിജ്ഞാപനം ചെയ്യും. പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞ സാധനം വിജ്ഞാപനം ചെയ്യും രാഷ്ട്രപതിയുടെ ഒരു ഓർഡർ ഇറക്കിയിട്ട്. മനസ്സിലായല്ലോ? അങ്ങനെ എന്ത് സംഭവിച്ചു? ആ സെഷൻ ഒഫീഷ്യലി അവിടെ അവസാനിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ സാധാരണ ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത് ആദ്യം പ്രിസൈഡിംഗ് ഓഫീസർ അഡ്ജേൺ സൈൻഡായി വിളിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പ്രസിഡന്റ് എന്ത് ചെയ്യും? പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി ഓർഡർ ഇറക്കും, ആ സെഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവിടെ പരിപാടി നടക്കുന്നത്. ഓക്കെ, അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെഷൻ മാറ്റിവെക്കുന്നതിനുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കും. അങ്ങനെയാണെങ്കിലും സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും രാഷ്ട്രപതിക്ക് സഭ പ്രരോഗം ചെയ്യുവാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അതായത് സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിലും രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ആ സഭ പ്രരോഗം ചെയ്യാൻ സാധിക്കും. അതിനുള്ള കഴിവും പ്രസിഡന്റിനുണ്ടെന്ന് പറയാം. അങ്ങനെ സാധാരണ ചെയ്യാറില്ല.
ഓക്കെ, ഇനി അഡ്ജേൺമെൻറ്റും പ്രൊറോഗേഷനും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം. അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിറ്റിംഗ് മാത്രമേ ആ പ്രശ്നമാവുന്നുള്ളൂ അല്ലേ? ഒരു സമ്മേളനത്തിൻ്റെ ഒരു സിറ്റിംഗ് മാത്രം അവിടെ നിർത്തലാക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായി? അത് ഒരു താൽക്കാലികമായിട്ട് ഒരു നിശ്ചിത സമയത്തേക്ക് നിർത്തലാക്കുന്നതാണ് എന്ത്? അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്മേളനത്തിൻ്റെ സിറ്റിങ്ങിന് മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. സമ്മേളനം നിർത്തലാക്കുവാൻ സാധിക്കില്ല. അവിടെ ഇത് രണ്ട് പ്രാവശ്യം സമ്മേളനം നിർത്തലാക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ല? അപ്പോൾ എന്താണ്? ഒരു സമ്മേളനത്തിൻ്റെ സിറ്റിംഗ് മാത്രം നിർത്തലാക്കുന്നു, സമ്മേളനം നിർത്തലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു സമ്മേളനത്തിൻ്റെ സിറ്റിംഗ് മാത്രമാണ് അവിടെ നിർത്തുന്നത്, സമ്മേളനം അവിടെ നിർത്തുന്നില്ല. പക്ഷേ പ്രൊറോഗേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സമ്മേളനം തന്നെ അവിടെ നിർത്തലാക്കുകയാണ്. സിറ്റിംഗ് മാത്രമല്ല, സമ്മേളനം തന്നെയാണ് അവിടെ നിർത്തുന്നത്. അതിനാണ് പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അഡ്ജേൺമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രിസൈഡിങ് ഓഫീസറാണ്. പക്ഷേ പ്രൊറോഗേഷൻ ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അഡ്ജേൺമെൻറ്റിൻ്റെ കാര്യത്തിൽ സഭയുടെ മുന്നിലുള്ള തീർപ്പ് കൽപ്പിച്ചിട്ടില്ലാത്ത ബില്ലുകളെയോ മറ്റു പ്രവർത്തനങ്ങളെയോ ഇത് ബാധിക്കുന്നില്ല. മനസ്സിലായല്ലോ? അതായത് ഒരു സിറ്റിംഗ്, അഡ്ജേൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റിംഗ് മാത്രമേ നിർത്തിവെക്കുന്നുള്ളൂ. അപ്പോൾ ആ സഭയുടെ മുന്നിലുള്ള തീർപ്പ് കൽപ്പിച്ച്, അതായത് പെൻഡിങ് ആയി കിടക്കുന്ന ബില്ലുകൾക്കോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള യാതൊരു വിധത്തിലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായി? ഒരു സിറ്റിംഗ് മാത്രമേ അവിടെ നിർത്തലാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എഫക്റ്റും ചെയ്യുന്നില്ല. ഇവിടെയും അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, പ്രൊറോഗേഷൻ്റെ സമയത്ത് പോലും, അതായത് സെഷൻ അവസാനിച്ചാൽ പോലും അവിടെ പെൻഡിങ് ആയി കിടക്കുന്ന ബില്ലുകൾക്കൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെയും ബാധിക്കുന്നില്ല, ബില്ലുകൾക്ക് യാതൊരുവിധ ബാധിക്കലും ഇവിടെയും ഇല്ല എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ അഡ്ജേൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിലും പ്രൊറോഗേഷൻ്റെ കേസിലാണെങ്കിലും ബില്ലുകൾക്ക് യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലും ബില്ലുകൾ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുക. പ്രൊറോഗേഷൻ്റെ കേസിൽ ഒരു സാധനം മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ്? പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ നോട്ടീസുകളും അവിടെ എന്ത് ചെയ്യും? ഇല്ലാതാകും. അപ്പോൾ ഈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു നോട്ടീസ് ആദ്യം ഇറക്കണം. മനസ്സിലായോ? ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസുകൾ. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ രണ്ട് തരം ബില്ലുകൾ പഠിക്കും. ഗവൺമെൻറ് ബില്ല് അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്നൊക്കെ പറഞ്ഞാൽ ബില്ലുകളൊക്കെ പഠിക്കും. അപ്പോൾ ഗവൺമെൻറ് ബില്ല് ആണെങ്കിൽ ആ ബില്ല് ഇറക്കാൻ വേണ്ടി ഒരു നോട്ടീസ് ഇത്ര ദിവസം മുന്നേ പുറപ്പെടുവിക്കണം. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണെങ്കിൽ അത് പുറപ്പെടുവിക്കാൻ വേണ്ടി ആ ബില്ല് ആ പ്രൈവറ്റ് മെമ്പർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഇത്ര ദിവസം മുന്നേ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കും. ആ പറയുന്ന നോട്ടീസാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു നോട്ടീസ് ഇറക്കണം. ആ നോട്ടീസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള പെൻഡിങ് ആയി കിടക്കുന്ന നോട്ടീസുകളെല്ലാം, അതായത് ഉദാഹരണം പറയാം, ഇപ്പോൾ മൺസൂൺ സെഷനിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സെഷൻ കംപ്ലീറ്റ് ആയിപ്പോയി, അത് പ്രൊറോഗ് ചെയ്ത് കംപ്ലീറ്റ് ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യും? ആ നോട്ടീസ് അവിടെ, അത് ബില്ലായിട്ടില്ല, നോട്ടീസായിട്ടുള്ളൂ. ആ നോട്ടീസ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയായിരിക്കും. അത്തരത്തിൽ ആ സെഷൻ അവസാനിക്കുമ്പോൾ, പ്രൊറോഗേഷൻ സംഭവിക്കുമ്പോൾ ആ പെൻഡിങ് ആയി കിടക്കുന്ന നോട്ടീസ് എന്ത് ചെയ്യും? ഇല്ലാതെയാവും. മനസ്സിലായി? അപ്പോൾ അടുത്ത സെഷൻ വരുമ്പോൾ പുതിയ നോട്ടീസുകൾ വീണ്ടും നൽകേണ്ടതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഡിസൊല്യൂഷൻ. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം എവിടെ മാത്രമേ ഉള്ളൂ? ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? ലോകസഭയ്ക്ക് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കാരണം ഇത് മാത്രമേ പെർമനൻ്റ് അല്ലാത്ത സഭയായിട്ടുള്ളൂ. രാജ്യസഭ എന്ന് പറയുന്നത് പെർമനൻ്റ് സഭയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും പിരിച്ചുവിടാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ചേംബർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ലോകസഭയുടെ കാര്യത്തിൽ മാത്രമേ ഡിസൊല്യൂഷൻ പറയുന്നുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. രാജ്യസഭ ഒരു സ്ഥിരസഭ ആയതുകൊണ്ട് തന്നെ പിരിച്ചുവിടലിന് വിധേയമല്ല. ലോകസഭ മാത്രമാണ് പിരിച്ചുവിടലിന് വിധേയമാകുന്നത്. പിരിച്ചുവിടലിലൂടെ നിലവിലുള്ള ലോകസഭ തന്നെ ഇല്ലാതാകുന്നു. മനസ്സിലായി? അപ്പോൾ പിരിച്ചുവിടലിലൂടെ നിലവിലുള്ള ലോകസഭ തന്നെ ഇല്ലാതാകുന്നു. പൊതു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ സഭ രൂപീകരിക്കപ്പെടുന്നു. ലോകസഭയുടെ പിരിച്ചുവിടൽ സംഭവിക്കുന്നത് രണ്ട് അവസരങ്ങളിലാണ്. ഒന്ന് 5 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ സഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ. മനസ്സിലായല്ലോ? രണ്ട് രീതിയിലാണ് ലോകസഭയെ പിരിച്ചുവിടുന്നത്. ഒന്ന് 5 വർഷത്തെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം സഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ. അങ്ങനെ തീരുമാനിക്കാൻ രാഷ്ട്രപതിക്ക് ചുമ്മാ തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഗവൺമെൻറ്, അതായത് ഭരണകക്ഷി പാർട്ടി ഉണ്ടല്ലോ, അവരായിരിക്കും ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. അത്തരത്തിൽ ഗവൺമെൻറ് വന്നിട്ട് അവരൊരു ബില്ല് ഇറക്കി, അതായത് ഒരു നിയമം, ഒരു ആക്ട് ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബില്ല് ലോകസഭയിലോ രാജ്യസഭയിലോ ഒക്കെ പ്രസൻറ്റ് ചെയ്തു.
പക്ഷേ എന്തോ കാരണവശാൽ അവർക്ക് ഭൂരിപക്ഷമൊന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് കുഴപ്പമില്ല, അവർ ഫുൾ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ സാധാരണ ഒരു തൂക്കുമന്ത്രിസഭയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ആ ഒരു ബില്ലിന് വേണ്ട മെജോറിറ്റി അവിടെ കിട്ടണമെന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ആ ബില്ല് പാസ്സാവാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? ആ ഹൗസിൽ ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടി ആ ഒരു ഭരണപക്ഷത്തിൻ്റെ വിശ്വാസ്യത തകരുകയാണ്. മനസ്സിലായില്ലേ? വിശ്വാസ്യത തകർന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്ന മോഷൻ വെച്ചിട്ട് അവരെ കോൺഫിഡൻസ് വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ രാജിവെക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? ആ ലോകസഭ അവിടെ ഇല്ലാതെയാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഡിസൊല്യൂഷൻ്റെ കാര്യമാണ്. അപ്പോൾ സഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കും. ഇനി ലോകസഭ അതിൻ്റെ സാധാരണ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ പിരിച്ചുവിടൽ പിന്നീട് മാറ്റണം. അതായത് ലോകസഭ 5 വർഷം പൂർത്തിയാവുന്നതിന് മുന്നേ പിരിച്ചുവിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ വല്ല കേസിനൊക്കെ പോയി വീണ്ടും തിരിച്ച് വരാൻ വേണ്ടിയിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ ആ ലോകസഭയ്ക്ക് സാധിക്കില്ല. ആ വൺസ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചു മാറ്റാൻ പറ്റില്ല. പിരിച്ചുവിടുമ്പോൾ ലോകസഭയുടെയോ ലോകസഭാ കമ്മിറ്റികളുടെയോ മുന്നിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകൾ, മോഷൻസ്, പ്രമേയങ്ങൾ, നോട്ടീസുകൾ അങ്ങനെയെല്ലാം ഇല്ലാതാവുന്നതാണ്. അതായത് ലോകസഭ പിരിച്ചു വിട്ടു പറഞ്ഞാൽ ലോകസഭ പോയി. ഇനി ആ നിലവിൽ ലോകസഭയിൽ ഇനി പുതിയ ലോകസഭ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ നിലവിൽ ആ ലോകസഭയുടെ മുന്നിലുള്ള, അതായത് ലോകസഭ ഉണ്ട്, ലോകസഭയുടെ കമ്മിറ്റികളുണ്ട്, അവരെല്ലാം പിരിച്ചു വിട്ടിട്ടുണ്ടാവും. ഈ ലോകസഭയിലെ ആൾക്കാരായിരിക്കും ലോകസഭ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സൊക്കെ. അപ്പോൾ ലോകസഭയും പോയി, ലോകസഭയുടെ കമ്മിറ്റികളൊന്നും ഇപ്പോൾ ഇല്ലാണ്ടായി. അപ്പോൾ അവരെ മുന്നിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകൾ, മോഷൻസ്, പ്രമേയങ്ങൾ, നോട്ടീസുകൾ, ഈ പറയുന്ന സാധനമൊക്കെ ഇല്ലാതാവുന്നതാണ്. കാരണം ലോകസഭ ഇല്ലാണ്ടായി. അപ്പോൾ അവരെ മുമ്പിൽ പെൻഡിങ് കിടക്കുന്ന എല്ലാ സാധനവും ഇല്ലാതാവും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊന്നായിരിക്കും കേട്ടോ. ഈ ഏരിയ ഇതുവരെ PSC അധികം ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെ തരത്തിലാണ് ഒരു ബില്ലുകൾ അവസാനിക്കുന്നത്? മനസ്സിലായോ? ഏതൊക്കെ തരത്തിലാണ് ബില്ലുകൾ ലാപ്സ് ആവുന്നത് അഥവാ കാലഹരണപ്പെടുന്നത് അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വായിച്ചാൽ ഒരുപാട് രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ 2 പോയിന്റ് ആലോചിച്ച് വെച്ചാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലോകസഭയിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ഒരു ബില്ലാണോ അത് ഇല്ലാണ്ടാവും. മനസ്സിലായോ? അതായത് ലോകസഭ ഇപ്പോൾ പോയി, ഡിസോൾവ് ചെയ്ത് പോയി, ലോകസഭ ഇപ്പോൾ ഇല്ല. അപ്പോൾ ലോകസഭയിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകൾ ഇല്ലാതാകുന്നു എന്നാണ് പറയുക. മനസ്സിലായല്ലോ? രാജ്യസഭയ്ക്ക് ഒരിക്കലും ഡിസോൾവ് ആവാൻ പറ്റില്ല. ആർക്കും മാത്രമേ ഡിസൊല്യൂഷൻ പറ്റുള്ളൂ, പിരിച്ചുവിടലുള്ളൂ, ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലോകസഭ പിരിഞ്ഞു പോയി, ഇപ്പോൾ നിലവിൽ ലോകസഭ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ബില്ലുകൾ എവിടെയൊക്കെ കിടക്കുന്ന ബില്ലുകളാണ് പാസ്സാവുന്നത്? ചിലപ്പോൾ രാജ്യസഭയിൽ കിടക്കുന്നുണ്ടാവും, ലോകസഭയിൽ കിടക്കുന്നുണ്ടാവും, പ്രസിഡൻ്റിൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ ബില്ലുകൾ പല രീതിയിലാവും കിടക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ ലോകസഭ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ബില്ലുകൾ എവിടെയൊക്കെ കിടക്കുന്ന ബില്ലുകൾ ലാപ്സ് ആവും അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട പോയിന്റ് എന്താണ്? ഒരു ബില്ല് ലോകസഭയിൽ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ബില്ല് ഇല്ലാണ്ടാവും. അതായത് ലോകസഭ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ലോകസഭയിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകൾ എന്ത് ചെയ്യും? ഇല്ലാണ്ടാവും, അത് ലാപ്സ് ആയിട്ട് പോകും. രണ്ടാമത്തെ പോയിന്റ്, ലോകസഭയിൽ ജനിച്ച ഒരു ബില്ല്, ജനിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബില്ല്, പക്ഷേ ഇപ്പം നിലവിൽ അത് പെൻഡിംഗ് ആണ്. നിലവിൽ പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ലോകസഭയിൽ പെൻഡിംഗ് എന്നല്ല ഞാൻ പറഞ്ഞത്. ലോകസഭയിൽ പെൻഡിങ്ങിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടലി അത് പെൻഡിംഗ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, നിലവിൽ രാജ്യസഭയിൽ പെൻഡിംഗ് ആയ ബില്ല്. അപ്പോൾ 2 തരം ബില്ലുകളാണ് നോക്കുക. ഒന്ന്, നിങ്ങൾ ലോകസഭയിൽ ബില്ല് പെൻഡിംഗ് ആണോ നോക്കുക. ലോകസഭയിൽ പെൻഡിംഗ് ആയിട്ടുള്ള ബില്ലാണെങ്കിൽ അത് ലാപ്സായി. ഇനി ലോകസഭയിൽ ജനിച്ചൊരു ബില്ലാണെങ്കിൽ അത് സ്റ്റിൽ പെൻഡിംഗ് ആണെങ്കിൽ എന്ത് ചെയ്തു? ആ ബില്ലും ഇല്ലാതെയാവും. അപ്പോൾ 2 പോയിന്റ് പഠിച്ചാൽ മതി. ലോകസഭയിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകൾ ലാപ്സ് ആവും. ലോകസഭയിൽ ജനിച്ച് നിലവിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകളും ഇല്ലാതെയാവും. നിലവിൽ പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ലോകസഭയിൽ ജനിച്ചൊരു ബില്ലാണ്, ലോകസഭയിൽ അത് പാസ്സാക്കി. പക്ഷേ ലോകസഭയിൽ പാസ്സാക്കിയിട്ട് അത് എവിടെ എത്തി? രാജ്യസഭയിലെത്തി. രാജ്യസഭയിൽ പക്ഷേ അത് പെൻഡിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും ലോകസഭ ഇല്ലാണ്ടായി. ആ ബില്ലിന് എന്ത് സംഭവിക്കുന്ന ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതണം? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ബില്ല് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത് നോക്കുക. ലോകസഭയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റിലുള്ള സാധനമാണ്. അപ്പോൾ ബില്ല് ലോകസഭയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ്. പക്ഷേ അതിപ്പോൾ എന്തായിട്ടില്ല? നിയമമായിട്ടില്ല. അതിപ്പോഴും പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ്. അതെവിടെ ആയിക്കോട്ടെ, എവിടെയായാലും കുഴപ്പമില്ല, രാജ്യസഭയിലാണ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആ ബില്ല് ലാപ്സായി. മനസ്സിലായല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ വരികയാണ്,
രാജ്യസഭ പാസ്സാക്കി, രാജ്യസഭയിൽ ജനിച്ച ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കിയിട്ട് ലോകസഭയിലേക്ക് അയച്ചു. ഇപ്പം അത് ലോകസഭയിൽ പെൻഡിങ് ആണ്. ലോകസഭ ഇല്ലാണ്ട് ആവുമ്പോൾ ആ ബില്ലിന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ബില്ലും ഇല്ലാതെ ആവുമെന്നാണ് ഉത്തരം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് ആലോചിക്കുക, ലോകസഭയിൽ പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ ബില്ലുകളും ഇല്ലാതാവും. രണ്ടാമത്തെ പോയിന്റ്, ലോകസഭയിൽ ജനിച്ച് നിലവിൽ പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ ബില്ലുകളും ഇല്ലാതാവും. നിലവിൽ പെൻഡിങ് എന്ന് പറഞ്ഞാൽ നിലവിൽ രാജ്യസഭയിൽ പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ ബില്ലുകളും ഇല്ലാതാകും. ഓക്കെ ആണല്ലോ. ഇനി അഡീഷണൽ ആയിട്ട് 3 പോയിന്റും കൂടി ഇവിടെ പറയാം. നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പോയിന്റ്സ് മാത്രം മതി. കാരണം ഈ 2 പോയിന്റ് ഉണ്ടോ നോക്കുക. ഈ 2 പോയിന്റിൽ ഇല്ലാത്ത ബാക്കി ഒരു ബില്ലുകളും ലാപ്സ് ആവില്ല. ഈ 2 കേസിൽ മാത്രമേ ബില്ലുകൾ ലാപ്സ് ആവുള്ളൂ. ആ 2 കേസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വേറെ ഒരു കേസിലും എന്ത് ചെയ്യില്ല, ബില്ലുകൾ ലാപ്സ് ആവില്ല. ഓക്കെ. ഇനി അഡീഷണൽ ആയിട്ട് പറയുന്ന കുറച്ച് പോയിന്റുകളാണ്. ലോകസഭയുടെ പിരിച്ചുവിടലിനു മുന്നേ, അതായത് ലോകസഭ പിരിച്ചുവിടുന്നതിനു മുന്നേ ഒരു ജോയിൻ്റ് സിറ്റിംഗ് വെച്ച ഒരു ബില്ല് ഇല്ലാതാകുന്നില്ല. അപ്പോൾ ജോയിൻ്റ് സിറ്റിംഗ് എന്താണെന്നൊക്കെ നമ്മൾ ഇനി പറയും. അതായത് ലോകസഭ പിരിച്ചുവിടുന്നതിന് മുന്നേ ഒരു ജോയിൻ്റ് സിറ്റിംഗ് വിളിച്ച്, അതായത് ഏതെങ്കിലും ഒരു ഡെഡ് ലോക്ക് വരികയാണ്, അതായത് ലോകസഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് തമ്മിലുള്ള അവരുടെ അത് പാസ്സാക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിനൊരു ഡെഡ് ലോക്ക് എന്ന് പറയും, ഒരു തടസ്സം വന്നു നമ്മൾ പറയും. ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യും, ഒരു സംയുക്ത സമ്മേളനം വിളിക്കും. ആർട്ടിക്കിൾ 108 കുറിച്ച് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ സംയുക്ത സമ്മേളനം വിളിക്കുന്ന സമയത്ത് ലോകസഭ പിരിഞ്ഞു പോയിട്ടില്ല, ലോകസഭ അപ്പോഴും അവിടെ ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യില്ല, ലാപ്സ് ആവില്ല. ആ ബില്ലിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. ഇനി ഇരുസഭകളും പാസ്സാക്കി, ലോകസഭയും പാസ്സാക്കി രാജ്യസഭയും പാസ്സാക്കി. ഇപ്പോൾ ആ ബില്ല് എവിടെ കിടക്കുന്നത്, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് രാഷ്ട്രപതിയുടെ കയ്യിലാണ് ഇപ്പോൾ ആ ബില്ല് കിടക്കുന്നത്. ഈ ഒരു സമയത്ത് ലോകസഭ പിരിഞ്ഞു പോയാലും ബില്ലിന് യാതൊരു പ്രശ്നവും വരില്ല. ഓക്കെ. ഇനി ഇരുസഭകളും പാസ്സാക്കി, രാഷ്ട്രപതി പക്ഷേ ബില്ല് തിരിച്ചയച്ചു, രാഷ്ട്രപതി ഒപ്പിടാണ്ട് രാഷ്ട്രപതി ആ ബില്ല് തിരിച്ചയച്ചു. എന്നാലും കുഴപ്പമില്ല, ആ ബില്ല് എന്ത് ചെയ്യില്ല, ലാപ്സ് ആവില്ല. ബില്ല് എപ്പോഴേ ലാപ്സ് ആവുള്ളൂ, 2 പോയിന്റേ ഉള്ളൂ. ബില്ല് എപ്പോഴാണ് ഇല്ലാതെ ആവുള്ളൂ, ലോകസഭയിൽ പെൻഡിങ് ആയി കിടക്കുകയാണെങ്കിൽ ആ ബില്ല് ഇല്ലാണ്ടാവും. ലോകസഭയിൽ ജനിച്ചൊരു ബില്ല് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ലോകസഭയിൽ ജനിച്ചൊരു ബില്ല് പെൻഡിങ് ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ലോകസഭയിൽ ജനിച്ച ബില്ല് ലോകസഭയിൽ തന്നെ പെൻഡിങ് ആയിട്ട് കിടക്കാം. ആ കേസ് ഓൾറെഡി ഇവിടെ പറഞ്ഞു, ലോകസഭയിൽ പെൻഡിങ് ആയി കിടക്കുന്ന ബില്ല് ഇല്ലാതെയാവും. ഇനി ലോകസഭയിൽ ജനിച്ചു, രാജ്യസഭയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുക, അതാണ് ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റോട് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അതും ഇല്ലാതെയാവും. അപ്പോൾ ഈ 2 കേസ് പഠിച്ചാൽ മതി. ഇതിലല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും, ഈ 2 കേസിലല്ലാത്ത ബാക്കി എല്ലാ കേസിലും ബില്ലുകൾ ലാപ്സ് ആവില്ല. ഈ 2 കേസിൽ മാത്രമേ ബില്ല് ലാപ്സ് ആവുള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ക്വാറം എന്താണെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞാണ്, ക്വാറത്തിനെ കുറിച്ചൊക്കെ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞാണ്. ആർട്ടിക്കിൾ 100 കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ആർട്ടിക്കിൾ 100, എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകേണ്ട ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണമാണ് ക്വാറം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാറം എന്താണ്? എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകേണ്ട ഏറ്റവും കുറഞ്ഞ അംഗങ്ങൾ, ഏറ്റവും മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് ക്വാറം എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1/10 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എന്നുകൂടി ആലോചിച്ച് വയ്ക്കുക, പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടണം. മനസ്സിലായല്ലോ? പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെയാണ് ഓരോ സഭയിലെയും മൊത്തം അംഗങ്ങളുടെ 10/1. മനസ്സിലായോ? അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെ ഓരോ സഭയിലെയും മൊത്തം അംഗങ്ങളുടെ 10/1 എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെയാണ് ഈ ഒരു 10/1 എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക.
സഭയുടെ ഒരു യോഗത്തിൽ ക്വാറം ഇല്ലെങ്കിൽ സഭ മാറ്റിവെക്കുകയോ ക്വാറം ഉണ്ടാകുന്നത് വരെ യോഗം താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസറുടെ കടമയാണ്. ഓക്കെ ആണല്ലോ? ഇനി പാർലമെൻറ്റിലെ ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിലെ ഭാഷ ആർട്ടിക്കിൾ 120 പാർലമെൻറ്റിലെ ഭാഷയെക്കുറിച്ച് പറയുന്നത്. പാർലമെൻറ്റിൽ ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഭാഷകളായി ഹിന്ദിയും ഇംഗ്ലീഷും ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ ഇംഗ്ലീഷും ഹിന്ദിനെയും കുറിച്ച് പറയുന്നുണ്ട് പാർലമെൻറ്റിലെ ഇടപാടുകൾക്ക് നടത്തുന്നുള്ള ഭാഷകളായി. പക്ഷേ എന്നിരുന്നാലും പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു അംഗത്തെ മാതൃഭാഷയിൽ സഭയെ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കാം. പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഒരു അംഗത്തെ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ അവിടെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അനുവദിക്കാൻ പറ്റും. ആർക്ക്? പ്രിസൈഡിംഗ് ഓഫീസർക്ക് അനുവദിക്കാൻ പറ്റും. ഒരേ സമയം പരിഭാഷപ്പെടുത്തുന്നതിനായി ഒരു സഭകളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇയാൾ മലയാളം പറയും. ഇപ്പം മലയാളമാണ് പറയുന്നത് ഒരു അംഗമെങ്കിൽ മലയാളം പറയുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ പരിഭാഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അവർക്ക് അറിയുന്ന ഭാഷയിൽ അത് കേൾക്കാൻ പറ്റും. ഇനി ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഭരണഘടനയുടെ ആരംഭം 1950 മുതൽ 15 വർഷത്തിന് ശേഷം, അതായത് 1965 ശേഷം ഒരു ഫ്ലോർ ലാംഗ്വേജ് എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷ നിർത്തലാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ശരിക്കും 15 വർഷത്തേക്കാണ് ശരിക്കും ഇംഗ്ലീഷ് ഭാഷ പാർലമെൻറ്റിൽ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഒഴിവാക്കണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട്, ഔദ്യോഗിക ഭാഷാ നിയമം പ്രകാരം ഇംഗ്ലീഷ് ഭാഷ ഉപയോഗം ഇപ്പോഴും അനുവദിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം പാർലമെൻ്ററി നടപടികളുടെ ഉപകരണങ്ങൾ അഥവാ ഡിവൈസസ്. പാർലമെൻ്ററി പ്രൊസീജിയറുകളുടെ അതിൽ ഉപയോഗിക്കുന്ന ഓരോരോ ഡിവൈസസിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് ക്വസ്റ്റ്യൻ ഹവർ അഥവാ ചോദ്യോത്തരവേള. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ചോദ്യോത്തരവേള? ചോദ്യോത്തരവേളയെപ്പറ്റി പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ, അതായത് റൂൾ ഓഫ് പ്രൊസീജിയർ, ലോകസഭയുടെ മീൻസ് പാർലമെൻറ്റിൻ്റെ റൂൾ ഓഫ് പ്രൊസീജിയറിൽ പറയുന്ന ഒരു സാധനമാണ് ചോദ്യോത്തരവേള അഥവാ ക്വസ്റ്റ്യൻ ഹവർ എന്ന് പറയുന്നത്. ഓരോ പാർലമെൻറ്റ് സിറ്റിങ്ങിൻ്റെയും ആദ്യ മണിക്കൂർ, അതായത് ഞാൻ പറഞ്ഞു ഓരോ പാർലമെൻറ്റ് സമ്മേളനത്തിനും ഓരോ സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും കൂടുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ 2 സിറ്റിംഗ് ആയിരിക്കും. അങ്ങനെ ആദ്യം തുടങ്ങുന്ന സിറ്റിംഗാണ് മോർണിംഗ് സിറ്റിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ സിറ്റിങ്ങിൻ്റെ ആദ്യത്തെ സിറ്റിംഗ് ഉണ്ടല്ലോ, രാവിലത്തെ ആ സിറ്റിങ്ങിൻ്റെ ആദ്യ മണിക്കൂർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ഹവറിന് വേണ്ടി നീക്കി വെച്ചതായിരിക്കും. അപ്പോൾ എന്തിനാണിതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് മെമ്പേഴ്സിന് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതായത് മെമ്പേഴ്സ് മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം മന്ത്രിമാർ അതിന് ഉത്തരങ്ങൾ നൽകുന്ന ഒരു പരിപാടിയാണ് ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ചോദ്യം ചോദിക്കും, മന്ത്രിമാർ അതിന് ഉത്തരം നൽകും. ഇനി 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഒന്ന് സ്റ്റാർ ഇട്ട ക്വസ്റ്റ്യൻ, നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങൾ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇനി നക്ഷത്ര ചിഹ്നം ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് വാക്കാലുള്ള ഉത്തരമാണ് ആവശ്യം. മനസ്സിലായല്ലോ? നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്ക് വാക്കാലാണ് ഉത്തരം നൽകുക. മീൻസ് ഓറലായിട്ടാണ് ആൻസർ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വായോണ്ട് പറയുന്നതുകൊണ്ട് തന്നെ അടുത്ത സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മനസ്സിലായല്ലോ? നമ്മൾ വായോണ്ട് ഉത്തരം പറയുമ്പോൾ മറ്റേ ആൾക്ക് വീണ്ടും ചോദ്യം ചോദിക്കാം. അങ്ങനെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. ഏത്? നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളാണെങ്കിൽ. ഈ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, അതായത് കുറേ ഇപ്പോൾ നക്ഷത്ര ചിഹ്നം ഉള്ളതുണ്ട്, നക്ഷത്ര ചിഹ്നം ഇല്ലാത്തതുണ്ട്. ഇനി പ്രൈവറ്റ് മെമ്പേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് മന്ത്രിമാരോട് മാത്രമല്ല ചോദിക്കാൻ പറ്റുക, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുക, പ്രൈവറ്റ് മെമ്പേഴ്സിനോടും ചോദിക്കാൻ പറ്റുന്നതുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഒരു ലിസ്റ്റായിട്ടാണ് എഴുതുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഓരോ ലിസ്റ്റിനും ഓരോ കളറായിട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളുടെ ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത് പച്ച നിറത്തിലാണ്. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ.
ഇനി നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നക്ഷത്ര ചിഹ്നം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ആൻസർ, എഴുതി കൊടുക്കുന്ന ഉത്തരങ്ങളാണ് ഈ നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ രേഖാമൂലമുള്ള ഉത്തരം അഥവാ റിട്ടേൺ ആൻസേഴ്സ് ആവശ്യമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങൾ. അങ്ങനെ എഴുതി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി എഴുതിയിട്ട് വന്നിട്ടുണ്ടാവും ഉത്തരം. അപ്പോൾ എന്തായി, ഓൾറെഡി എഴുതി വന്ന ഉത്തരം ആയതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ചോദ്യം ചോദിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അനുബന്ധ ചോദ്യങ്ങൾ, സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടാവില്ല? അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവില്ല. ഇനി ഈ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ചെയ്യുന്ന നിറം എന്ന് പറയുന്നത് വെള്ള നിറമാണ്. ഇനി ഷോർട്ട് നോട്ടീസ് ചോദ്യം എന്ന് പറയുന്നതാണ് അടുത്തത്. ഷോർട്ട് നോട്ടീസ് ചോദ്യം എന്ന് പറയുന്നത് ഇത് 10 ദിവസത്തിൽ താഴെയുള്ള ഒരു നോട്ടീസ് നൽകി ചോദിക്കുന്നതെന്നാണ്. അതായത് ഒരു ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ 10 ദിവസത്തിൽ താഴെയായിട്ട്, അതായത് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ 10 ദിവസത്തിൽ ഉള്ളിലായിട്ട് നോട്ടീസ് കൊടുക്കണം ഈ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ 10 ദിവസത്തിൽ താഴെയുള്ള ഒരു നോട്ടീസ് നൽകി ചോദിക്കുന്ന ഒന്നാണ് ഷോർട്ട് നോട്ടീസ് ചോദ്യം എന്ന് പറയുന്നത്. ഇതിന് കൊടുക്കുന്ന മറുപടി എങ്ങനെയാണ്? വാക്കാലുള്ള മറുപടിയാണ്. അപ്പോൾ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യത്തിനും ഷോർട്ട് നോട്ടീസ് ചോദ്യത്തിനും വാക്കാലുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ഇനി ഷോർട്ട് നോട്ടീസ് ചോദ്യ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് ലൈറ്റ് പിങ്ക് നിറത്തിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു മന്ത്രിമാരോട് മാത്രമല്ല, മന്ത്രിമാരല്ലാത്ത മറ്റ് അംഗങ്ങളോടും, അതായത് പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന്, അതായത് ഒന്ന് മന്ത്രിമാരെ നമ്മൾ എന്തു പറയും, മന്ത്രിമാരല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ? പ്രൈവറ്റ് മെമ്പേഴ്സ്, അവരിറക്കുന്ന ബില്ലുകളെ നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്നൊക്കെയാണ് പറയുക. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് കമ്മിറ്റീനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഡെപ്യൂട്ടി സ്പീക്കർ ചെയർമാനായിട്ട് വരുന്ന ഒരു ഇതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഡെപ്യൂട്ടി സ്പീക്കറിന് ഒരു പ്രത്യേക അധികാരം ഉണ്ടെന്ന് വെച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ അംഗമായിട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെപ്യൂട്ടി സ്പീക്കർ അതിൻ്റെ ചെയർമാനായിട്ട് മാറും. എന്നിട്ട് ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു കമ്മിറ്റിയുടെ പേരൊക്കെ പറഞ്ഞു. അതിൽ ഞാൻ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിമാരോട് മാത്രമല്ല, മന്ത്രിമാരല്ലാത്ത മറ്റ് അംഗങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ പ്രൈവറ്റ് മെമ്പേഴ്സിനോടുള്ള ചോദ്യ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് മഞ്ഞ നിറത്തിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ എന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് സീറോ ഹവറാണ്, ശൂന്യവേള. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ റൂൾ ഓഫ് പ്രൊസീജിയറിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അതായത് ഒഫീഷ്യലായിട്ട് ഫോർമലായിട്ട് എഴുതി വെച്ചിട്ടില്ല അവിടെ നമ്മുടെ റൂൾ ഓഫ് പ്രൊസീജിയർ. പാർലമെൻറ്റിലെ റൂൾ ഓഫ് പ്രൊസീജിയറിൽ ഒഫീഷ്യലായിട്ട് എഴുതി വയ്ക്കാത്തൊരു സാധനമാണ് ശൂന്യവേള എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യോത്തരവേളയെപ്പറ്റി പാർലമെൻറ്റിൻ്റെ നടപടിക്രമ ചട്ടങ്ങളിൽ പറയുന്നില്ല. ഓക്കെ, ശൂന്യവേളയെപ്പറ്റി പാർലമെൻറ്റിൻ്റെ നടപടിക്രമ ചട്ടങ്ങളിൽ പറയുന്നില്ല. മറ്റേ ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കേട്ടോ. അതായത് ചോദ്യോത്തരവേളയെപ്പറ്റി പാർലമെൻറ്റിൻ്റെ നടപടി ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? ശൂന്യവേള കേട്ടോ. ശൂന്യവേളയെപ്പറ്റി പാർലമെൻറ്റിൻ്റെ നടപടിക്രമ ചട്ടങ്ങളിൽ പറയുന്നില്ല. ഓക്കെ, അതിനാൽ മുൻകൂർ അറിയിപ്പില്ലാതെ കാര്യങ്ങൾ ഉന്നയിക്കാൻ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ലഭ്യമായ അനൗപചാരിക ഉപകരണമാണിത്. മനസ്സിലായോ? ഇതൊരു ഇൻഫോർമൽ ഡിവൈസാണിത്. മനസ്സിലായോ? അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫോർമൽ എന്ന് പറയാൻ കാരണം ഔപചാരികമായിട്ട് ഇത് എവിടെ പറഞ്ഞിട്ടില്ല, ഔദ്യോഗികമായിട്ട് ഇത് എവിടെ പറഞ്ഞിട്ടില്ല, നമ്മുടെ റൂൾ ഓഫ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഉന്നയിക്കാൻ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ലഭ്യമായ ഒരു ഉപകരണമാണിത്. റൂൾ ഓഫ് പ്രൊസീജിയറിൽ പറഞ്ഞ ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ അതിലെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഉത്തരം പറയാനൊക്കെ പാടുള്ളൂ. പക്ഷേ ഇത് ഒരു ഇൻഫോർമൽ കാര്യമായതുകൊണ്ട് തന്നെ അനൗപചാരികമായി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും ഒരു മുൻകൂർ അറിയിപ്പില്ലാതെ കാര്യങ്ങൾ ഉന്നയിക്കാനൊക്കെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഇൻഫോർമൽ ഡിവൈസാണ് ശൂന്യവേള എന്ന് പറയുന്നത്. ഇതെവിടെ പറഞ്ഞിട്ടില്ല? പാർലമെൻറ്റിൻ്റെ റൂൾ ഓഫ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഇതൊക്കെ ഇപ്പോൾ ലോകത്തിലെ എല്ലാ പാർലമെൻറ്റിലും എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ക്വസ്റ്റ്യൻ അവർ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ശൂന്യവേള എന്ന് പറയുന്നത് എവിടെയും കാണില്ല. കാരണം എന്താണ്? അത് ഇന്ത്യയുടെ ഒരു ഇന്നോവേഷനാണ്, ഇന്ത്യയുടെ ഒരു കണ്ടുപിടുത്തമാണ് എന്തെന്ന് പറയുന്നത്, ഈ ശൂന്യവേള എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻ്ററി നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലാ പാർലമെൻ്ററി നടപടിക്രമങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് ശൂന്യവേള എന്നത്. ഇന്ത്യയിൽ ഇത് 1962 മുതൽ നിലവിലുണ്ട്. ഓക്കെ, ചോദ്യോത്തരവേള കഴിഞ്ഞയുടനെ ശൂന്യവേള ആരംഭിക്കുന്നു. ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടനെ ശൂന്യവേള ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞ ഉടനെ ആരംഭിക്കുന്നതാണ് ശൂന്യവേള എന്ന് പറയുന്നത്.
ഇത് കഴിഞ്ഞ എന്താ സംഭവിക്കുന്നത്? അജണ്ടയാണ്. അജണ്ട എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ബിസിനസ്, അതായത് പതിവായിട്ട് പാർലമെൻറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ ജോലികൾ അവർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ബജറ്റ് സെഷൻ ആണെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മൺസൂൺ സെഷൻ ആണെങ്കിൽ ഏതൊക്കെ ബില്ലൊക്കെ അവതരിപ്പിക്കുക, അതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കും. ഇന്ന ബില്ലുകളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് അജണ്ട എന്ന് പറയുന്നത്. ആ സഭയുടെ പതിവ് ജോലികളെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യോത്തരവേള കഴിഞ്ഞ് അജണ്ട തുടങ്ങുന്നതിന് മുന്നേ ആ രണ്ടിനെ ഇടയ്ക്കുള്ള ഈ സമയത്താണ് എന്ത് നടക്കുക? ഈ ശൂന്യവേള നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടനെ ശൂന്യവേള ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്ന ശൂന്യവേള സഭയുടെ അന്നത്തെ അജണ്ട ഏറ്റെടുക്കുന്നത് വരെ നീണ്ടു നിൽക്കും. അപ്പോൾ അതായത് സംഭവം എന്താണ്? ഇത്രേ ഉള്ളൂ. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയമാണ് എന്ത്? ശൂന്യവേള എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് പാർലമെൻറ്റിലെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കലാണ്. അപ്പോൾ അതിൻ്റേതായ പ്രൊസീജിയറുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നിയമനിർമ്മാണ നടപടിക്രമം പാർലമെൻറ്റിലെ ഇരു സഭകളിലും ഒരുപോലെയാണ്. അതായത് നിയമനിർമ്മാണ നടപടിക്രമം പാർലമെൻറ്റിലെ ലോകസഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിക്കോട്ടെ ഒരുപോലെയാണ് പോകുന്നത്. ഓരോ ബില്ലും ഓരോ സഭയിലും ഒരേ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അത് ഓരോ ബില്ലും ഓരോ സഭയിലും ഒരേ ഘട്ടങ്ങളിലൂടെ, ഓരോ സ്റ്റേജസിലൂടെ, ഒരേപോലത്തെ സ്റ്റേജസിലൂടെ കടന്നു പോകണം. ഒരു ബില്ല് നിയമനിർമ്മാണത്തിനുള്ള ഒരു പ്രൊപ്പോസലാണ്. ഒരു ബില്ല് എന്ന് പറയുന്ന ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസലാണ് ഒരു ബില്ല് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ബില്ലിന് മുന്നെയാണ് നമ്മൾ നോട്ടീസ് പറയാം. ആദ്യം ഒരു നോട്ടീസ് ഇറക്കണം. ആ നോട്ടീസ് ഇറക്കിയതിന് ശേഷമാണ് ആ ബില്ലായിട്ട് വരുന്നത്. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നത്. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ രണ്ട് തരത്തിലാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ രണ്ട് തരത്തിൽപ്പെട്ടവയാണ്. ഒന്ന് ഗവൺമെൻറ് ബില്ലുകൾ, അതിനെയാണ് നമ്മൾ പബ്ലിക് ബില്ലുകൾ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ബില്ലുകൾ എന്ന് പറയുന്ന ഗവൺമെൻറ് ഇറക്കുന്ന ബില്ലുകളായിരിക്കും. അതിനെയാണ് നമ്മൾ പബ്ലിക് ബില്ലുകൾ. പിന്നെ അത് പ്രൈവറ്റ് ബില്ലുകൾ എന്ന് പറയുന്നത് മന്ത്രിമാരല്ലാത്ത ഈ പബ്ലിക് ബില്ലുകൾ ഇറക്കുന്നത് ആരായിരിക്കും? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മന്ത്രിമാരായിരിക്കും ഈ ബില്ലുകളൊക്കെ, പബ്ലിക് ബില്ലുകളൊക്കെ സഭയിൽ അവതരിപ്പിക്കുന്നത്. അതല്ലാത്ത മന്ത്രിമാരല്ലാത്ത മറ്റ് അംഗങ്ങളെയാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരിറക്കുന്ന ബില്ലുകളെയാണ് പ്രൈവറ്റ് ബില്ലുകൾ അഥവാ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകൾ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നത്, അതായത് പാർലമെൻറ്റിൽ പബ്ലിക് ബില്ല് അവതരിപ്പിക്കുന്നത് ഒരു മന്ത്രിയാണ്. ഒരു മിനിസ്റ്റർക്ക് മാത്രമേ ഒരു പബ്ലിക് ബില്ല് അഥവാ ഒരു ഗവൺമെൻറ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സാധിക്കൂ. ഇവിടെയാണെങ്കിലോ മന്ത്രി അല്ലാത്ത ഒരു അംഗമായിരിക്കും, പ്രൈവറ്റ് മെമ്പറായിരിക്കും ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, മന്ത്രി അല്ലാത്ത ഒരു അംഗം. ഇനി ഈ പബ്ലിക് ബില്ല് ഒരു മന്ത്രിയാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. മന്ത്രി അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് മനസ്സിലാവാം? ആ മന്ത്രിസഭയുടെ, ആ ഗവൺമെൻറ്റിൻ്റെ പോളിസികളായിരിക്കും അതിൽ പ്രതിഫലിക്കുന്നതും അല്ലേ? ആ ഭരണപക്ഷ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പോളിസികളായിരിക്കും ഈ പബ്ലിക് ബില്ലുകളിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റുന്നത്. ഇനി പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ ബില്ലാണെങ്കിൽ അത് ആരായിരിക്കും? പ്രതിപക്ഷ പാർട്ടിയുടെ ആൾക്കാരായിരിക്കും അത് ഇറക്കുന്നത്. അല്ലാതെ മന്ത്രി അല്ലാത്ത ഒരു ഭരണകക്ഷിയിലിരിക്കുന്ന ഒരാൾ എന്തായാലും ഗവൺമെൻറ്റിനെതിരെ പോളിസിയൊന്നും ഇറക്കില്ലല്ലോ, ഒരു ബില്ലൊന്നും ഇറക്കാൻ മുതിരില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ഇറക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഒബ്വിയസ്ലി നമുക്ക് ഊഹിക്കാൻ പറ്റും, അതൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവരിറക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? പൊതുകാര്യങ്ങളിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നിലപാട് അറിയിക്കുകയായിരിക്കും അവരുടെ ഉദ്ദേശം ഈ ഒരു ബില്ലിലൂടെ. അപ്പോൾ അതായിരിക്കും അവിടെ പ്രതിപക്ഷ പാർട്ടിയുടെ നിലപാടായിരിക്കും പ്രതിഫലിച്ച് കാണുന്നത്. ഇനി പബ്ലിക് ബില്ലിൽ പാർലമെൻറ്റ് അംഗീകരിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നോർമലി ഇപ്പോഴത്തെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ ഫുൾ ഭൂരിപക്ഷമാണ്. അപ്പോൾ പാർലമെൻറ്റ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരിറക്കുന്ന ബില്ല് അവർ തന്നെ പാസ്സാക്കുമെന്നുള്ള ഒരു ആലോചിച്ചാൽ മതി. അപ്പോൾ പാർലമെൻറ്റ് അംഗീകരിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാത്ത സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ അത് കൂടുതലാണെന്ന് തന്നെ പറയാം, കൂടുതലാണ്. അതേപോലെ പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയൊക്കെ ആണെങ്കിൽ അത് സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ വളരെ കുറവാണ് സാധ്യത. ഇനി പബ്ലിക് ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സഭയിൽ ഇത് നിരസിക്കപ്പെട്ടാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, സഭയിൽ ഈ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ല് നിരസിക്കപ്പെടുകയാണെങ്കിൽ
ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയെ തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഗവൺമെൻറ്റിന് വിശ്വാസ്യത തെളിയിക്കേണ്ടതായി വരും. കോൺഫിഡൻസ് മോഷൻ. ആ വിശ്വാസ്യത തെളിയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? രാജിവെക്കേണ്ടതായിട്ട് വരും. ആ മന്ത്രി രാജിവെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ മന്ത്രിസഭ തന്നെ വീഴാനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. അയാൾക്ക് യാതൊരു പ്രശ്നമൊന്നും വരില്ല ആ ബില്ല് ഇല്ലാണ്ടായി കഴിഞ്ഞാലും. ഇനി പബ്ലിക് ബില്ലിൻ്റെ കാര്യത്തിൽ ഇത് സഭയിൽ അവതരിപ്പിക്കുന്നത് 7 ദിവസത്തെ നോട്ടീസ് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ നോട്ടീസിൻ്റെ കാര്യം. അപ്പോൾ ഒരു മന്ത്രിക്ക് ഒരു ഗവൺമെൻറ് ബില്ല് അല്ലെങ്കിൽ ഒരു പബ്ലിക് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി 7 ദിവസത്തെ നോട്ടീസ് ആവശ്യമാണ്. 7 ദിവസം നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പബ്ലിക് ബില്ല് അവതരിപ്പിക്കാൻ പറ്റൂ. ആയിരിക്കും മന്ത്രിക്ക്. പ്രൈവറ്റ് മെമ്പറിൻ്റെ കാര്യമാണെങ്കിൽ 1 മാസത്തെ നോട്ടീസ് ആവശ്യമാണ്. 1 മാസത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു പ്രൈവറ്റ് മെമ്പർക്ക് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ഗവൺമെൻറ് ബില്ല് അഥവാ പബ്ലിക് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണമാണ് കൃഷിയായി ബന്ധപ്പെട്ട ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ പോകുന്നത് ആരായിരിക്കും? കാർഷിക മന്ത്രിയായിരിക്കും. മനസ്സിലായല്ലോ? പക്ഷേ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബില്ലായിക്കോട്ടെ, ആദ്യം ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ അവരെന്ത് ചെയ്യും? ആദ്യം ലോ മിനിസ്ട്രി ആയിട്ട് കൂടിയാലോചിച്ച്, നിയമവകുപ്പുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ ബില്ലുകൾ തയ്യാറാക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് മെമ്പറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൻ്റെ കരട് തയ്യാറാക്കൽ ബന്ധപ്പെട്ട അംഗത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇനി ഇപ്പോൾ ഓൾറെഡി 2 കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഇനി വേറെ കാറ്റഗറിയിലായിട്ട് നമുക്ക് ബില്ലുകളെ വേർതിരിക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ഒന്നാണ് ഓർഡിനറി ബില്ലുകൾ, മണി ബില്ലുകൾ ആൻഡ് ഫിനാൻഷ്യൽ ബില്ലുകൾ. ഓക്കെ, അപ്പോൾ ഓർഡിനറി ബില്ല് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക വിഷയങ്ങൾ ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ്. മനസ്സിലായി? അപ്പോൾ സാമ്പത്തിക വിഷയങ്ങൾ ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് നമ്മൾ സാധാരണ ബില്ലുകൾ അഥവാ ഓർഡിനറി ബില്ലുകൾ എന്ന് പറയുന്നത്. അടുത്തത് മണി ബില്ല് എന്താണ്? നികുതി, പൊതുചെലവ് മുതലായ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് നമ്മൾ മണി ബില്ല് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ നികുതി, പൊതുചെലവ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ മുതലായ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് മണി ബില്ല് എന്ന് പറയുന്നത്. ഇനി അല്ലാതെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഫൈനാൻഷ്യൽ ബില്ലുകൾ. ഫിനാൻഷ്യൽ ബില്ലുകൾ അഥവാ സാമ്പത്തിക ബില്ലുകൾ എന്ന് പറയുന്നത് ഈ ബില്ലുകളും എന്താണ്? സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്ന ബില്ലുകളാണ് ഫിനാൻഷ്യൽ ബില്ലുകളും. പക്ഷേ എന്നാൽ മണി ബില്ലുകളുമായിട്ട് ഇവർക്ക് വ്യത്യാസമുണ്ട്. മനസ്സിലായി? അപ്പോൾ മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇവർ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും 2 ബില്ലും ഡിഫറൻ്റ് ആണ്. പിന്നെ 4ാമത്തെ ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ചാപ്റ്ററിലായിരിക്കും പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഓർഡിനറി ബില്ലുകൾ എന്താണെന്ന് നോക്കാം. ഒരു ഓർഡിനറി ബില്ല് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ്, ഒരു ഓർഡിനറി ബില്ല് നമുക്ക് ലോകസഭയിലോ അവതരിപ്പിക്കാം അല്ലെങ്കിൽ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. ഇഷ്ടം പോലെ ഏത് സഭയിലും വേണമെങ്കിലും അവതരിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് അംഗത്തിനോ ഈ ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. മന്ത്രിക്ക് മാത്രമല്ല ഒരു പ്രൈവറ്റ് മെമ്പർക്കും ഈ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി അടുത്തത്, നിയമമാകുന്നതിന് മുമ്പ് ഇത്തരം ബില്ലുകൾ പാർലമെൻറ്റിൽ 5 സ്റ്റേജുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇതിൽ ഓരോ സ്റ്റേജ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അതിൻ്റെ ഒരു രീതിയിൽ അങ്ങ് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നിയമമാകുന്നതിന് മുമ്പ് ഓരോരോ ബില്ലുകളും ഓരോ പാർലമെൻറ്റിലെ ഓരോ സഭയിലൂടെയും 5 സ്റ്റേജുകളിലൂടെ അങ്ങനെ കടന്നു പോകാറുണ്ട്. മനസ്സിലായി? അപ്പോൾ പാർലമെൻറ്റിൽ 5 സ്റ്റേജുകളിലൂടെയാണ് ഒരു ബില്ല് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിൽ ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് അങ്ങനെ 3 വായനയാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ബില്ലിൻ്റെ ആദ്യ വായന ആണ്. അതായത് ബില്ലിൻ്റെ ആദ്യ വായന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബില്ലിൻ്റെ ആദ്യ വായന എന്നത് എന്താണ് അതിൽ ഉൾപ്പെടുന്നത് എന്ന് വെച്ചാൽ സഭയിൽ ബില്ലിൻ്റെ അവതരണവും ആദ്യമായിട്ട് ഇപ്പോൾ ഏത് സഭയിലാണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സഭയിൽ ആ ബില്ലിൻ്റെ അവതരണവും അതിന് കൂടെ എന്തുണ്ട്, അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതും, ഈ രണ്ടും കൂടി കൂടുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ആലോചിക്കേണ്ടത് ഒരു കാര്യമാണ്, ബില്ലിനെ പറ്റിയുള്ള ചർച്ച സഭയിൽ നടക്കുന്നതല്ല. ബില്ലിനെ പറ്റിയുള്ള ചർച്ച, അതായത് ഡിബേറ്റും കാര്യങ്ങളൊന്നും സഭയിൽ നടക്കുന്നതല്ല എന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് റീഡിങ്, ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ, വാരി വലിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ലേ. ഇനി സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താ,
ഈ ഘട്ടത്തിൽ ബില്ലിന് പൊതുവായ പരിശോധന മാത്രമല്ല, ജസ്റ്റ് പൊതുവായിട്ടുള്ളൊരു പരിശോധന മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയും സ്ക്രൂട്ടിനിയും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതിൻ്റെ അന്തിമം രൂപം ലഭിക്കുന്നു. അങ്ങനെ കീറി മുറിച്ച് പരിശോധിച്ച ശേഷമാണ് ഈ സെക്കൻഡ് റീഡിങ്ങിലാണ് അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അന്തിമ രൂപം എവിടെയാണ് വരുന്നത്? ഈ ഒരു സെക്കൻഡ് റീഡിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബില്ല് നിയമമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിംഗ് ആണെന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് തേർഡ് റീഡിംഗ് വരുന്നതാണ്. ഈ ഘട്ടത്തിൽ ചർച്ച ബില്ല് മൊത്തത്തിൽ അംഗീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതായത് വീണ്ടും ഓൾറെഡി ഭയങ്കര കീറി മുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് അവിടെ സെക്കൻഡ് റീഡിങ്ങിൽ. അത്രയും സൂക്ഷ്മമായിട്ടുള്ള പരിശോധന അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് റീഡിങ്ങിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നില്ല. പകരം എന്താണ്? ബില്ല് മൊത്തത്തിൽ അംഗീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയ ഒരു ചർച്ച മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുള്ളൂ. ഇതിൽ ഭേദഗതികളൊന്നും അനുവദനീയമല്ല. യാതൊരു വിധത്തിലുള്ള ഭേദഗതികളും തേർഡ് റീഡിങ്ങിൽ അനുവദനീയമല്ല. കാരണം എന്താണ്? അത്രയും സൂക്ഷ്മമായിട്ടുള്ള പരിശോധന സെക്കൻഡ് റീഡിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഭേദഗതികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. തേർഡ് റീഡിങ്ങിൽ നടക്കില്ല. ഇനി ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഭൂരിപക്ഷം അംഗങ്ങളും ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ ബില്ല് സഭ പാസ്സാക്കിയതായി കണക്കാക്കുന്നു. ഇതെന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി. ഓർഡിനറി ബില്ലുകളൊക്കെ നമ്മൾ സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കുന്നത്. അതായത് മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്നാ പറയുക. മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയുള്ളത്. ഹാജരാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഭൂരിപക്ഷം അംഗങ്ങളും ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ ബില്ല് എന്ത് ചെയ്യും? സഭ പാസ്സാക്കിയതായി കണക്കാക്കുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെ ഒരു ആദ്യത്തെ സഭ അത് പാസ്സാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സഭയിലേക്ക് ഈ ബില്ല് അയക്കുന്നു. ഇനി നാലാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സഭയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ പ്രോസസ്സ്, നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സഭയിലും എന്തുണ്ട്? 3 റീഡിംഗ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിങ്ങിലൂടെ ഈ ബില്ല് കടന്നു പോകുന്നുണ്ട്. അതിന് ശേഷം ആദ്യ സഭ അയച്ച ബില്ല് അതുപോലെ തന്നെ വേണമെങ്കിൽ പാസ്സാക്കാൻ പറ്റും. 3 റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സഭയ്ക്ക് ആദ്യത്തെ സഭ അയച്ച ബില്ല് ഒരു ഭേദഗതികളും വരുത്താതെ അതേപോലെ ഫസ്റ്റ് സഭ അയച്ച അതേപോലെ പാസ്സാക്കാൻ വേണമെങ്കിൽ. ഇനി അതല്ലെങ്കിൽ ഭേദഗതികളോടെ ബില്ല് പാസ്സാക്കാം. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ പുനഃപരിശോധനയ്ക്കായിട്ട് ആദ്യത്തെ സഭയിലേക്ക് തന്നെ തിരിച്ചയക്കും. കാരണം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഭേദഗതികളോടെ രണ്ടാമത്തെ സഭയ്ക്ക് ബില്ല് പാസ്സാക്കിയിട്ട് പുനഃപരിശോധനയ്ക്കായിട്ട് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് ആദ്യത്തെ സഭയിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ബില്ല് അങ്ങ് മൊത്തത്തിൽ നിരസിക്കാം, റിജക്റ്റ് ചെയ്യാം. ബില്ല് മൊത്തത്തിൽ റിജക്റ്റ് ചെയ്ത് കളയാനും രണ്ടാമത്തെ ഹൗസിന് സാധിക്കും. ഇനി അതല്ലാതെ വേറൊന്നുകൂടി ചെയ്യാം. ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരിക്കാം. എങ്കിൽ എന്ത് ചെയ്തു? ബില്ല് തീർപ്പാക്കാതെ ആ സഭയിൽ അങ്ങ് തുടരും. ഇത്രയും കാര്യങ്ങളാണ് ആ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ സഭ ഭേദഗതികളില്ലാതെ ബില്ല് പാസ്സാക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സഭ നിർദ്ദേശിച്ച ഭേദഗതികൾ ആദ്യ സഭ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ആ ബില്ല് ഇരു സഭകളും പാസ്സാക്കിയതായി കണക്കാക്കണം. അതായത് ആദ്യത്തെ സഭ ബില്ല് പാസ്സാക്കിയിട്ട് രണ്ടാമത്തെ സഭയ്ക്ക് അയച്ചു. രണ്ടാമത്തെ സഭ എന്ത് ചെയ്തു? ഒരു ഭേദഗതികളും ഇല്ലാതെ ആ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 സഭകളും ബില്ല് പാസ്സാക്കി എന്നാണ് അർത്ഥം. ഇനി അതല്ല, ആദ്യത്തെ സഭ ബില്ല് പാസ്സാക്കിയിട്ട് രണ്ടാമത്തെ സഭയിലേക്ക് അയച്ചു. രണ്ടാമത്തെ സഭ എന്ത് ചെയ്തു? കുറച്ച് ഭേദഗതികളോടെ ആ ബില്ല് പാസ്സാക്കി. കുറച്ച് ഭേദഗതികളൊക്കെ സൂചിപ്പിച്ചിട്ട് ആ ബില്ല് പാസ്സാക്കിയിട്ട് ആർക്ക് അയച്ചു? തിരിച്ച് ഒന്നാമത്തെ സഭയ്ക്ക് തന്നെ അയച്ചു കൊടുത്തു. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ സഭ നിർദ്ദേശിച്ച ഭേദഗതികൾ ആദ്യ സഭ എന്നിട്ട് ആദ്യ സഭയ്ക്ക് അയക്കുമ്പോൾ ആദ്യത്തെ സഭ ഇത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതായത് ഇവർ പറഞ്ഞ ഭേദഗതികളൊക്കെ സ്വീകരിച്ചു ആദ്യത്തെ സഭ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലും അതെന്തായി? ആ ബില്ല് 2 പേരും അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? രണ്ടാമത്തെ സഭ ഭേദഗതികളില്ലാതെ ബില്ല് പാസ്സാക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സഭ നിർദ്ദേശിച്ച ഭേദഗതികൾ ആദ്യ സഭ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ബില്ല് ഇരു സഭകളും പാസ്സാക്കിയതായി കണക്കാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ, അതായത് ആ 2 സഭകളും ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അടുത്ത ജോലി ആരുടെയാണ്? രാഷ്ട്രപതിയുടെയാണ്. അപ്പോൾ ആ ബില്ല് എന്ത് ചെയ്യും? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ സഭ നിർദ്ദേശിച്ച ഭേദഗതികൾ ആദ്യ സഭ നിരസിക്കുകയോ
രണ്ടാമത്തെ സഭ ബില്ല് പൂർണ്ണമായും നിരസിക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സഭ 6 മാസത്തേക്ക് യാതൊരു നടപടികളും സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ ഒരു തടസ്സം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഡെഡ് ലോക്കിന് നേരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡെഡ് ലോക്ക് വരുന്നത്? രണ്ടാമത്തെ സഭ നിർദ്ദേശിച്ച ഭേദഗതി. അപ്പോൾ രണ്ടാമത്തെ സഭ കുറച്ച് ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് റീകൺസിഡറേഷന് വേണ്ടി ഫസ്റ്റ് സഭയിലേക്ക് അയച്ചു എന്ന് വിചാരിക്കുക. ഈ രണ്ടാമത്തെ സഭ നിർദ്ദേശിച്ച ഭേദഗതികൾ ആദ്യ സഭ നിരസിച്ചു. അവരത് അംഗീകരിച്ചില്ല, അത് നിരസിച്ചു. ആ സമയത്തൊരു പ്രശ്നം വന്നു, ഒരു ഡെഡ് ലോക്ക് അവിടെ വന്നു, ഒരു തടസ്സം. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഈ രണ്ടാമത്തെ സഭ ആദ്യത്തെ സഭ പാസ് ചെയ്ത ബില്ല് രണ്ടാമത്തെ സഭയിലേക്ക് അയച്ചു. അപ്പോൾ രണ്ടാമത്തെ സഭ എന്ത് ചെയ്തു? ബില്ല് പൂർണ്ണമായും നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു ഡെഡ് ലോക്ക് വന്നു, അവിടെ ഒരു പ്രശ്നം വന്നു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ സഭ എന്ത് ചെയ്തു? ഒരു നടപടികളും സ്വീകരിക്കാതെ 6 മാസം ഈ ബില്ല് ഇങ്ങനെ കൊണ്ടു നടന്നു. ഒരു നടപടികളും സ്വീകരിക്കാതെ രണ്ടാമത്തെ സഭ 6 മാസത്തേക്ക് ഈ ബില്ല് എന്ത് ചെയ്തു? കൊണ്ടു നടന്നു. അപ്പോഴും അവിടെ ഒരു പ്രശ്നം വന്നു. 6 മാസം വരെ കുഴപ്പമില്ല, 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തായി? അത് ഡെഡ് ലോക്കായി. അവിടെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ അത് അവിടെ കണക്കാക്കുന്നു. അങ്ങനെ ഒരു ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ ആരെ ഇടപെടും? രാഷ്ട്രപതി രംഗത്ത് വന്നു. മനസ്സിലായി? അപ്പോൾ അത്തരം ഡെഡ് ലോക്ക് പരിഹരിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? സഭകളുടെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാവുന്നതാണ്. അത്തരം സംയുക്ത സമ്മേളനത്തിൽ ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഭൂരിപക്ഷം അംഗങ്ങളും, മനസ്സിലായി? അപ്പോൾ അവിടെ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തു. അത്തരം സംയുക്ത സമ്മേളനത്തിൽ എങ്ങനെ തന്നെയാണ്? മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. നേരത്തെ പറഞ്ഞ സിമ്പിൾ മെജോറിറ്റി തന്നെയാണ് അവിടെ. മനസ്സിലായല്ലോ? അപ്പോൾ ജോയിന്റ് സിറ്റിങ്ങിലും ഒരു സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോൾ സംയുക്ത സമ്മേളനത്തിൽ ഹാജരാകുകയും വോട്ടും ചെയ്യുകയും ചെയ്യുന്ന ഭൂരിപക്ഷം അംഗങ്ങളും ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ, മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അവർ ആ ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ ബില്ല് എന്തായി? ഇരു സഭകളും പാസ്സാക്കിയതായി കണക്കാക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? അപ്പം അത്രയും രീതിയിലാണ് ബില്ല് പാസ്സാവുന്നത്. മനസ്സിലായല്ലോ? ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരത്തെ കുറിച്ച്. അപ്പോൾ ബില്ല് രണ്ട് സഭയുടെയും പാസ്സായിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? രാഷ്ട്രപതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഡെഡ് ലോക്കിൻ്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം എന്ന് പറയുമ്പോൾ അവിടെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. രാഷ്ട്രപതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് ബില്ലിന് അംഗീകാരം നൽകാം. ബില്ലിന് അംഗീകാരം നൽകാം രാഷ്ട്രപതിക്ക്. അതല്ലെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബില്ലിനുള്ള തൻ്റെ അംഗീകാരം രാഷ്ട്രപതിക്ക് തടഞ്ഞു വെക്കാം. ബില്ലിനുള്ള അംഗീകാരം പുള്ളിക്ക് എന്ത് ചെയ്യാൻ? തടഞ്ഞു വെക്കാം, അഥവാ വിത്ത്ഹെൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന സാധനമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രസിഡന്റിനെ പഠിക്കുമ്പോൾ പറയും. പ്രസിഡന്റിന് കുറച്ച് തരം വീറ്റോ പവേഴ്സ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർട്ടിക്കിൾ ഏതാണെന്നറിയോ? ആർട്ടിക്കിൾ 111 രാഷ്ട്രപതിയുടെ ബില്ലുകളുടെ അംഗീകാരത്തെക്കുറിച്ച് പറയുന്നതും അതിലാണ് വീറ്റോ പവറിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 111. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ബില്ലിന് അംഗീകാരം നൽകാം, അല്ലെങ്കിൽ ബില്ലിലുള്ള തൻ്റെ അംഗീകാരം രാഷ്ട്രപതിക്ക് തടഞ്ഞു വെക്കാം, എന്ത് ചെയ്യാം? വിത്ത്ഹെൽഡ് ചെയ്യാം.
ഇനി എന്ത് ചെയ്യാം, സഭകളുടെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് ബില്ല് തിരിച്ചയക്കാം. എന്ത് ചെയ്യാം, റീകൺസിഡറേഷന് വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് ആ ബില്ല് റിട്ടേൺ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് ഏതാണെന്നറിയോ? ഇതാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെ പറഞ്ഞു നമ്മൾ? രാഷ്ട്രപതിക്ക് ഒന്നെങ്കിൽ ബില്ല് അംഗീകരിക്കാം, അല്ലെങ്കിൽ ബില്ല് വിത്ത്ഹെൽഡ് ചെയ്യാം, അതല്ലെങ്കിൽ തിരിച്ചയക്കാം. അപ്പോൾ അവിടെയാണ് സസ്പെൻസീവ് വീറ്റോ, അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇനി ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുകയാണെങ്കിൽ ആ ബില്ല് ഒരു നിയമമായി മാറുന്നു. രാഷ്ട്രപതി ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊരു നിയമമായിട്ട് മാറും. അംഗീകാരം രാഷ്ട്രപതി തടഞ്ഞു വെക്കുകയാണെങ്കിൽ ആ ബില്ല് നിയമമാകാതെ അവിടെ അവസാനിക്കുന്നു. അംഗീകാരം ഓക്കെ. അപ്പോൾ ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുകയാണെങ്കിൽ ആ ബില്ല് ഒരു നിയമമായി മാറുന്നു. അംഗീകാരം രാഷ്ട്രപതി തടഞ്ഞു വെക്കുകയാണെങ്കിൽ ആ ബില്ല് നിയമമാകാതെ അവിടെ അവസാനിക്കുന്നു. ഓക്കെ ആണല്ലോ? ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. 9:12 സമയം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഇവിടെ ആരോ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? രാജ്യസഭയിൽ എന്താണ് ലോകസഭയിൽ ജനിച്ച പ്രസിഡന്റിൻ്റെ അസെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന ബില്ല് ലാപ്സ് ആവുമെന്നാണ് ചോദിച്ചത്. അത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞ്? ലോകസഭയിൽ ജനിച്ചൊരു ബില്ല് നിലവിലവിടെ രാജ്യസഭയിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ബില്ലുകളാണ് ലാപ്സ് ആവുന്നത്. മനസ്സിലായി? പെൻഡിംഗ് ആയി കിടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഹൗസിൽ മാത്രമേ പെൻഡിംഗ് ആയി കിടക്കുള്ളൂ. രാഷ്ട്രപതിൻ്റെ അടുത്ത് പെൻഡിംഗ് ആയി നമ്മൾ പറയത്തില്ല. അപ്പോൾ ലോകസഭയിൽ ജനിച്ചിട്ടുള്ള ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ ലോകസഭ അത് പാസ്സാക്കിയിട്ടായിരിക്കും എവിടെ എത്തിയിട്ടുണ്ടാവുക? രാജ്യസഭേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുക. രാജ്യസഭ പാസ്സാക്കിയ സാധനമായിരിക്കും എവിടേക്ക് പോവുക? പ്രസിഡന്റിനേക്ക് പോവുക. ഓക്കെ, അതിപ്പോൾ പ്രസിഡന്റിൻ്റെ അടുത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആവില്ല കേട്ടോ. ഓക്കെ, അത് ലാപ്സ് ആവില്ല. അപ്പോൾ രണ്ട് സഭകളും പാസ്സാക്കിയൊരു ബില്ല് പ്രസിഡന്റിൻ്റെ കൈ കിടക്കുകയാണെങ്കിൽ അത് ലാപ്സ് ആവില്ല. ഓക്കെ, ഡൗട്ടില്ലല്ലോ? പിന്നെ ഒരാളെന്താ ചോദിച്ചേ? ബില്ലും ആക്റ്റും ലോവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ, ബില്ലാണ് ആക്റ്റായിട്ട് മാറുന്നത്. ബില്ല് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രൊപ്പോസലാണ് ബില്ല് എന്ന് പറയുന്നത്. ആ ബില്ല് ലോകസഭ പാസ്സാക്കി രാജ്യസഭ ആക്കിയിട്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ അതൊരു ആക്റ്റായിട്ട് മാറുള്ളൂ. മനസ്സിലായല്ലോ? ആക്ട് എന്ന് പറയുന്നത് ആരിറക്കുന്നതാണ്? പാർലമെൻറ്റ് ഇറക്കുന്നതാണ്. പക്ഷേ ലോ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇറക്കുന്നതാണ്. അതതിൻ്റെ വ്യത്യാസം. ആക്ട് എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഇറക്കുന്നതും ലോ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇറക്കുന്ന അതിനാ പറയുന്നതാണ് കേട്ടോ. ഒരു ബേസിക് ഡിഫറൻസ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഡൗട്ടൊന്നും ഇല്ലായിരിക്കുന്നു.
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.